ശ്രീമതി സ്മിത തുടങ്ങിയ വിവിധ ജനപ്രതിനിധികൾ സമാപന കൂത്താട്ടോളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം സാരംഗി 2025 പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. രാവിലെ 8:30 AEO ശ്രീകല പതാക ഉയർത്തി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിളംബര ജാഥയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആലിഷ് ഷാജു, ബിജു മണ്ടപ്ലാക്കിൽ, ജിബി സാബു, സിജി ബിനു, മെഴ്സി ജോസ്, സാലി ജോർജ്, ഷിബി കുര്യാക്കോസ്, സാലി പീതാംബരൻ, മഞ്ജു ബിനു, സിബി സഹദേവൻ, EK മജീഷ്, KK അജിത്, ഷാജു ജേക്കബ്, PN സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രധാന വേദിയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് സ്വാഗതം ആശംസിച്ചു. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ചു. കൂടുതൽ കാര്യങ്ങൾ, ജീവിതാനുഭവ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് ക്ലാസ് മുറിക്ക് പുറത്താണ്. അതിൽ ഇതുപോലുള്ള കലാകായിക മേളകളൊക്കെ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. കായികമേളയിൽ വിജയം വരിക്കുക എന്നത് മാത്രമല്ല, അതിൽ പങ്കാളികളാവുക, അതിൽ പങ്കെടുക്കുക, അതിൽ പങ്കെടുത്ത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പങ്കുവെക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ട പാഠങ്ങൾ തന്നെയാണ്. ആ നിലയിൽ ഇന്ന് നല്ല നിലയിൽ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ സാരംഗി 2025 അതിന് മറ്റൊരു പ്രത്യേകത എന്നെ ഏറെ ആകർഷിച്ചത്, ഇന്നിവിടെ വിജയികളാകുന്ന കുട്ടികൾക്ക് ഉള്ള സമ്മാനദാനത്തിന് വേണ്ടിയിട്ടുള്ള ട്രോഫികൾ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ നാമത്തിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ ആ ഒരു ബാച്ചിലെ വിദ്യാർത്ഥികൾ ചേർന്ന് സംഭാവന ചെയ്തു എന്നത് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അതും നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തോട്, അടുത്ത തലമുറകളോട് നമ്മൾക്ക് ഒരു കടപ്പാട് അല്ലെങ്കിൽ അവരോട് ഒരു ഉത്തരവാദിത്വവും ബാക്കിയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ആ നിലയിലുള്ള ഒരു ചുവടുവെപ്പ്. തീർച്ചയായിട്ടും അങ്ങേയറ്റം മാതൃകാപരമായ കാര്യങ്ങൾ ഇവിടെ ഈ നിലയിൽ നടക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. MP K ഫ്രാൻസിസ് ജോർജ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ അവരെ അതിന് തയ്യാറാക്കിയ അധ്യാപക സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ ഇവിടെ ഉല്ലാസ് വളരെ വിശദമായി പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെട്ട് വളരെ മനോഹരമായി ഇത് സംഘടിപ്പിച്ച എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയും എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മളുടെ കലാമേളകൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അത് പ്രദർശിപ്പിക്കാനും വളർത്താനും അതിലൂടെ ഈ രംഗത്ത് ഒക്കെ കലാരംഗത്ത് ഉയർന്നു വരാനെല്ലാമുള്ള വലിയ ഒരു അവസരമാണ് ഈ കലാമേളകളിലേക്ക് ഒരുക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ മത്സരത്തിന് ശേഷം ഇനി ജില്ലാ തലത്തിലും അതിനുശേഷം സംസ്ഥാന തലത്തിലും എത്തിക്കഴിയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് നമ്മുടെ സ്കൂൾ കലോത്സവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3-4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ പരിപാടിയിൽ എത്ര ആവേശത്തോടു കൂടിയാണ് കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന വലിയൊരു ചടങ്ങായി അത് എല്ലാ വർഷവും ആഘോഷമായി നമ്മൾ നടത്തുകയാണ്. അതിൻ്റെ ചെറിയ പതിപ്പുകളാണ് നമ്മളുടെ ജില്ലാ തലത്തിലൊക്കെ നടക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര കാര്യങ്ങളിൽ കലാകായിക രംഗത്തുള്ള അവരുടെ അഭിരുചികൾ കൂടി വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ കുട്ടികൾ നമുക്കറിയാം, കായിക രംഗം എടുത്താൽ നമ്മളുടെ ഈ ചെറിയ കളിക്കളങ്ങളിൽ നിന്ന് കളിച്ച് വളർന്ന് ആണ് അവർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ എത്തുന്നത്. പഴയ കാലത്തെ പോലെയല്ല. ഇന്നിപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ഈ കാര്യത്തിലൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. പണ്ടിതൊക്കെ മാതാപിതാക്കളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ ഒക്കെ വലിയ പ്രോത്സാഹനം കിട്ടാത്തൊരു മേഖലയായിരുന്നു ഈ കലാകായിക രംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. ചലച്ചിത്ര താരം ബിൽബിൻ ഗിന്നസ് മുഖ്യ പ്രഭാഷണം നടത്തി. 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഹു വാസ് കേശവൻ എന്ന ചോദ്യത്തിന് കേശവൻ വാസ് ഹു എന്ന് ഉത്തരമെഴുതിയ മണ്ടനായ മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഈ മഹനീയമായ വേദിയിൽ നിൽക്കാൻ കാരണം എൻ്റെ ചേട്ടായിമാരെല്ലാവരും തന്ന പാലപ്പുഴ എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കണുണ്ടാവും, ക്രിസ്ത്യസഭൂനപ്പള്ളി ഇരിക്കണേ, അവിടെ ഒരു കടയുണ്ടായിരുന്നു, ഇന്നും കൊടുക്കാനുണ്ട് പൈസ. ഇവരൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ പ്രോത്സാഹനം, എൻ്റെ നെടുന്തൂണും. അന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇതുപോലെയുള്ള കല എന്ന ഒരു സമസ്യ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത്. കാരണം
ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുന്നേ ആദ്യം പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ നിങ്ങളത് ഫേസ്ബുക്കിലിട്ട് കാശാക്കാൻ നോക്കരുത്. എൻ്റെ അനുഭവം അധികാരമായിട്ട് സംസാരിക്കാനുള്ള ബോധമൊന്നുമുള്ള ആളല്ല. അപ്പോൾ ഇന്ന് വളരെ വൈശിഷ്ടമായ കൂത്താട്ടുകുളം ജില്ലാ സാരംഗി എന്ന പ്രോഗ്രാമിനാണ് ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ, ബിജു മുണ്ടപ്ലാക്കിൽ, സിബി ജോർജ്, എൻ കെ ജോസ്, ആലിസ് ഷാജു, എൻ കെ ഗോപി, സാലി ജോർജ്, ഷിബി കുര്യാക്കോസ്, എൻ സി വിജയകുമാർ, കെ ശ്രീകല, വി കെ സുരേഷ്, എസ് എസ് സിന്ധുഷ, കെ എം വിനീത തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകൻ ഷാജി ഒ എം എഴുതിയ വരികൾക്ക് തോമസ് കരിയായി ഈണമിട്ട് രംഗപൂജ അവതരണം നടന്നു. 94-96 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച കലോത്സവ നിധിയിലേക്കുള്ള തുക വേദിയിൽ കൈമാറി. 40 വിദ്യാലയങ്ങളിൽ നിന്നായി 2800 കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉപജില്ലാ കലോത്സവം 7-ാം തീയതി സമാപിക്കും. സമാപന സമ്മേളനത്തിൽ അനൂപ് ജേക്കബ് MLA അധ്യക്ഷത വഹിക്കും. ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.